തിരുവനന്തപുരത്തെ കോളേജ് ഹോസ്റ്റലിലെ വാട്ടർ ടാങ്കിൽ പട്ടി ചത്ത നിലയിൽ. ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഹോസ്റ്റലാണ് ടാങ്കിൽ പട്ടി ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതേ ടാങ്കിലെ വെള്ളമാണ് കഴിഞ്ഞ 3 ദിവസമായി വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് വന്നിരുന്നതും. ഇതുവരെയും പട്ടിയെ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടില്ല. പ്രിൻസിപ്പൽ കാര്യമായി ഇടപെടുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. നൗഫൽ വിവരങ്ങളുമായി ചേരുകയാണ്. നൗഫൽ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. 3 ദിവസമായി ഒരു ഹോസ്റ്റലിലെ വാട്ടർ ടാങ്കിൽ പട്ടി ചത്ത് കിടക്കുന്നു. ഇതുവരെ മാറ്റാനും തയ്യാറാവുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താണ് വിവരങ്ങൾ? ഈ തിരുവനന്തപുരം ഐരാണിമുട്ടത്ത് കോളേജിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസമായി അവിടുത്തെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഒരു നായ ചത്ത് കിടക്കുന്ന വെള്ളം എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളായി തന്നെ ഇവർ അതായത് നിത്യവും ഉപയോഗിക്കുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ ഒരു ദുർഗന്ധം ഉണ്ടായി എന്ന് പരാതിപ്പെടുകയുണ്ടായി. പക്ഷേ ആ പരാതി മാനേജ്മെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അത് മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നാലെ തന്നെ ഇന്ന് വിദ്യാർത്ഥികൾ തന്നെ സ്വയം അങ്ങോട്ടേക്ക് ഒരു തിരച്ചിൽ നടത്തുകയും അപ്പോഴാണ് ഈ പറയുന്ന വാട്ടർ ടാങ്കിൽ പട്ടി ചത്ത് കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 ദിവസമായി ഇവർ നിത്യവും കുളിക്കാനും അതുപോലെ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് ഈ വെള്ളമാണ് എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഇതുവരെയും ഇപ്പോഴും മാനേജ്മെന്റിനെ അറിയിച്ചപ്പോൾ അവർ നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന ഒരു മറുപടിയാണ് നൽകിയത് എന്ന് കൂടിയാണ് അവർ പറഞ്ഞത്. എന്തായാലും നാളെ ഈ കോളേജിന് വിദ്യാർത്ഥികൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ഈ കുറച്ച് വിദ്യാർത്ഥികൾ എന്തായാലും പ്രതിസന്ധിയിൽ തന്നെയാണ്. അതായത് ദൂര സ്ഥലങ്ങളിൽ ഉള്ളവർ വിദ്യാർത്ഥികൾ പറയുന്നത് മറ്റ് ദൂര സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവർക്ക് തൊട്ടടുത്ത് മറ്റൊരു PG ഹോസ്റ്റലിനെ ആശ്രയിക്കേണ്ട ഒരു ഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതും തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. തൊട്ട് അടുത്തൊക്കെ അതായത് ജില്ലയിൽ തന്നെ താമസിക്കുന്നവർക്ക് എന്തായാലും വീട്ടിലേക്ക് മടങ്ങി പോകാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വിദ്യാർത്ഥികളുടെ പ്രതികരണമുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. ഹോസ്റ്റലിൽ ഒന്നാമത് ഭയങ്കര പട്ടിശല്യമാണ്. പക്ഷേ ഇപ്പോഴും പട്ടിയുടെ ബഹളം അത് തന്നെയാണ്. ഈ ഇടയ്ക്ക് ഒരു പട്ടികൾ എന്തോ പ്രസവിച്ചായിരുന്നു. അപ്പോൾ അത് ഈ വെള്ളം വാട്ടർ ടാങ്കിൻ്റെ അവിടേക്കായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വെള്ളത്തിന് ഭയങ്കര ഒരു സ്മെല്ലുള്ളതുകൊണ്ട് 2-3 ദിവസമായി പറയുന്നു പിള്ളേരെല്ലാവരും കൂടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയത് അവിടെ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പട്ടി അതിൻ്റെ ഉള്ളിൽ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാണുമ്പോൾ 2-3 ദിവസമായിട്ടുണ്ട് സംഭവം. ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഇപ്പോൾ പെട്ടെന്ന് എന്തായാലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാൻ എല്ലാവർക്കും എക്സാം യൂണിവേഴ്സിറ്റി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം വീട്ടിലേക്ക് പോകുന്ന കാര്യം എന്താ ചെയ്യേണ്ടത്, മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. നൗഫലുണ്ട്. നൗഫലെ, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ നായയെ മാറ്റുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും നാളെയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണോ മാനേജ്മെന്റ് പറയുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇന്ന് ഇത് കണ്ടു, ഇത് അറിയിക്കുമ്പോഴും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. നാളെ ഇത് അവധി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക്. നാളെ ഇത് മാറ്റുമെന്ന ഒരു വാക്കാണ് നിലവിൽ എന്തായാലും നൽകിയിരിക്കുന്നത്. ഈ നിമിഷം വരെയും അതെന്തായാലും മാറ്റിയിട്ടില്ല. കൂടുതൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇവർ കഴിഞ്ഞ 3 ദിവസമായി ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. വിദ്യാർത്ഥികൾ സ്വയം കണ്ടെത്തിയതാണ്, അല്ലെങ്കിൽ സ്വയം നടത്തിയ തിരച്ചിലിലാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി കണ്ടെത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധിയും അതുപോലെയും ഉണ്ടാകുന്ന ഗുരുതരമായ രോഗങ്ങളും പ്രത്യേകിച്ച് തലസ്ഥാനത്തും കേരളത്തിലും പകർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർക്കാർ കോളേജിൽ ഇത്തരത്തിൽ ഒരു വലിയ അനാസ്ഥ, വലിയ ഗുരുതരമായ രോഗങ്ങളിലേക്ക് വരെ തള്ളിവിട്ടേക്കാവുന്ന ഒരു സ്ഥിതിയിൽ 3 ദിവസമായി ഒരു പട്ടി ചത്ത് കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അക്ഷയ്.